നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഓഡിഷൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അയച്ചത്, ഒറ്റയ്ക്കാണ് വീഡിയോ അയച്ചത്. അല്ല, ആരെങ്കിലും ഒരാളെയും കൂടെ കൂട്ടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ പൈസ പുറത്ത് കൊടുക്കണ്ടല്ലോ, അമ്മയെ കൂട്ടി. അയ്യോ, ഞാനിത് ഇപ്പോഴേ അറിയണത്. സത്യമാണോ? കളിക്കരുത്. കൂട്ടി കഴിഞ്ഞ് ഒരു 5 എപ്പിസോഡ് കഴിഞ്ഞപ്പോ തോന്നുന്നു പുറത്തുനിന്ന് ആളെ വിളിച്ചാൽ മതിയായിരുന്നു. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ലാഭത്തിനാണ് അമ്മയെ വിളിച്ചത്. നഷ്ടവും അതിന്റെ മേലെ നഷ്ടവും, വണ്ടിക്കാശും എടുക്കണം. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണ്. ഇതൊക്കെ പഠിച്ചിട്ട് തരണം ഈ വേർഡ്സ് ഒക്കെ. പഠിക്കാറില്ല, എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ അല്ല, വായിക്കാൻ അറിയാൻ പാടത്ത ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. ഞാൻ ഒരു സ്കിറ്റ് പൊളിഞ്ഞു പോയില്ലേ പമ്പർച്ചിക്കില്ലേ? ഒരു സ്കിറ്റ് ഒന്നല്ല, കുറെ പൊളിഞ്ഞുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. വീസിലേട്ടൻ വന്ന ഒരേ വൈബാണ്, ഭയങ്കര അലമ്പ. നിന്റെ അപ്പൻ വിശ്വസിച്ചു. ഹോട്ടലിൽ ചായ കുടിക്കണ സീന്. അപ്പൊ ഞങ്ങള് കട്ട് വിളിക്കുമ്പോ ടിഷ്യൂ പേപ്പർ വെക്കൂല ഗ്ലാസിന്റെ മുകളിൽ. ഈ പുള്ളി ഓരോ ടിഷ്യൂ വെച്ചാലും കട്ട് വിളിച്ചാൽ ടിഷ്യൂ പേപ്പർ ചുരുട്ടും, എയിം വെച്ച് എറിഞ്ഞ് കളിക്കും. അഭിനയം കണ്ടിട്ട് അമ്മയുടെ അഭിപ്രായം എന്താ? അമ്മയ്ക്ക് സിനിമയില്ല, അതാണ് അമ്മയുടെ സങ്കടം. അങ്ങനെയാണോ? ഇതും ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. എനിക്ക് സിനിമയില്ല, അപ്പൊ നിന്റെ അഭിനയം കൊള്ളൂല. എന്റെ മകനായത് കൊണ്ട് പറയല്ല, മനു ഒരു മണ്ടനാണ്. സത്യം പറയുള്ളൂ. ഇങ്ങനെ തുടങ്ങിയ എവിടെ ഇതിന്റെ ഒരു അവസാനം?